എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ഇത് യുകെയുടെ പ്രിയപ്പെട്ട റേഡിയോയിലേയുമാണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. മനസ്സിന്റെ ഉള്ളിലേക്ക് പെയ്തിറങ്ങുന്ന മൃദുവായ മഴത്തുള്ളികളാണ് ചിന്തകൾ. ഇത്തിരി പോലും അനുവാദമില്ലാതെ നമ്മളൊക്കെ കടന്നു വരുന്നവരാണ് ഈ ചിന്തകളൊക്കെ, അല്ലേ? ചിലത് നമ്മളെ നിശബ്ദമായി തൊട്ടുണർത്തും, മറ്റു ചിലത് കാറ്റുപോലെ വന്ന് കടന്നു പോകും. ചിലതൊക്കെ ഹൃദയത്തിന്റെ ചുവട്ടിൽ കിടന്ന് നമ്മളെങ്ങനെ വട്ടം ചുറ്റിക്കും. പലപ്പോഴും ചിന്തകൾ നമ്മളെ ആ നിമിഷത്തിൽ നിന്നും ഏതോ രഹസ്യമായ വഴിയിലൂടെയൊക്കെ കാടുകയറും. ഇടയ്ക്കൊന്ന് വഴിതെറ്റുമ്പോഴാണ് നമ്മൾ എങ്ങോട്ടൊക്കെയാണ് ഈ പോയതെന്ന് മനസ്സിലാകുന്നത്. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന വാചകത്തിന്റെ മനോഹരമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും പലപ്പോഴും ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മൾ ഈ നിമിഷത്തിലെ കാഴ്ചകൾ കാണുന്നില്ല, ഈ നിമിഷങ്ങളെ ആസ്വദിക്കുന്നില്ല. കൂടുതലും ചിന്തകൾ കൊണ്ട് കഴിഞ്ഞുപോയ പ്രശ്നങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ഒരു ശൈലിയുണ്ട്. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് ഭൂതകാലത്തിലാണ്. നിങ്ങൾ ഉത്കണ്ഠാകുലരാണെങ്കിൽ നിങ്ങൾ ഭാവിയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ സമാധാനത്തിലാണെങ്കിലോ വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. ശരിയാണ്. എപ്പോഴും ഈ നിമിഷത്തെ മറക്കുമ്പോഴാണ് സന്തോഷം നഷ്ടപ്പെടുന്നത്. ഭൂതകാലത്തെ മറക്കാതെയും ഭാവിയിലെ ചിന്തകളെ ഒപ്പം കൂട്ടിയും വർത്തമാനകാലത്തിൽ ജീവിക്കുക. എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പിറകിലേക്കുള്ള നോട്ടവും മുന്നിലേക്കുള്ള കാഴ്ചകളും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ പുതിയ നല്ല തെരഞ്ഞെടുപ്പിനായി പ്രാപ്തരാക്കാനും കഴിയും. ഈ നിമിഷത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിതം എന്താണെന്ന് അറിയുന്നത്. നമ്മുടെ ചിന്തകൾ എപ്പോഴും നല്ലതാണെങ്കിൽ നമ്മളിൽ നല്ല ഊർജ്ജം നിറഞ്ഞു നിൽക്കും. പക്ഷേ മിക്കപ്പോഴും എല്ലാവരിലും ഒരു തീപ്പൊരി പോലെയാണ് ചിന്തകൾ. ആദ്യം തിളങ്ങി വന്ന് പിന്നെ പുകഞ്ഞു കത്തും. അങ്ങനെ ആക്കാതിരിക്കാൻ ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേൾക്കുക, സൂര്യനെയും ചന്ദ്രനെയും കാണുക, വെയിലും മഴയും അറിഞ്ഞ് ജീവിക്കുക. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. ചിന്തകളാണ് നമ്മളെ നയിക്കുന്ന ആന്തരിക ദിശാസൂചി. ഓരോ ചിന്തയും ശക്തമായ ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ പുതിയ വഴിത്തിരിവിലേക്കോ ഒക്കെ നയിക്കുന്ന അദൃശ്യമായ ഒരു കരുത്താണ്. മനസ്സിനും ശരീരത്തിനും ഇടയിലുള്ള അദൃശ്യമായ ഒരു പാലം പോലെയാണ് ചിന്തകൾ. നമ്മൾ എന്ത് ചിന്തിച്ചാലും ആ പാലം ഇറങ്ങി ശരീരത്തിലേക്ക് എത്തും. നല്ലതും ചീത്തയുമായ ചിന്തകൾക്കനുസരിച്ച് സന്തോഷവും വേദനയും ക്ഷീണവും മാറിക്കൊണ്ടേയിരിക്കും. ഒരു ചെറിയ ആലോചനയിൽ തുടങ്ങി ആ ചിന്തകൾ ഇങ്ങനെ കൈവിട്ടു പോകും തോറും നമ്മുടെ വഴികൾ ഇങ്ങനെ നീണ്ടു പോകും. എത്ര നടന്നാലും ഇടയ്ക്കൊന്ന് നിന്നു പോയാലും പിന്നെ വഴികൾ നാലായി പിരിഞ്ഞിട്ടുണ്ടാകും. ഏത് വഴിയെ ചിന്തയെ തിരിച്ചുവിടണമെന്ന ആലോചനയിൽ നിൽക്കുമ്പോൾ വീണ്ടും 1000 വഴികൾ വന്ന് നിറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ചിന്തകളുടെ പോക്ക്. പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള ചിന്തയിൽ തുടങ്ങുന്നതായിരിക്കും. അത് പിന്നെ പോയി അപകടം നിറഞ്ഞ വഴിയിലൂടെയാകും. ആശയക്കുഴപ്പത്തിലാകും, സമാധാനം പോകും, പരിസരം മറക്കും, അല്ലേ? ഇത്തരം ചിന്തകളുടെ കുരുക്ക് നിറഞ്ഞ വഴികളിൽ പലപ്പോഴും നമ്മൾ നമ്മളെ മറന്നു വെക്കും. അപ്പോൾ സംഭവിക്കുന്നത് ഈ നിമിഷം ചെയ്യേണ്ടതും കാണേണ്ടതും മറക്കും. നമുക്ക് ചുറ്റുമുള്ള മനോഹരമായതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കും. നമ്മൾ തന്നെയാണ് ചിന്തകളുടെ വഴി തുറന്നു വിടുന്നത്. നമ്മൾ വളർത്തി വലുതാക്കുന്ന ചിന്തകൾ നമ്മളെ തന്നെ തളർത്തിക്കളയും. നമുക്ക് ഊർജ്ജം തരുന്ന ചിന്തകളിലേക്കായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ കൊണ്ട് നമ്മൾ തീർക്കുന്നൊരു ലോകമുണ്ട്. വളരെ വേഗത്തിൽ കയറി പോകാൻ പറ്റുന്നതും എന്നാൽ തിരിച്ചിറങ്ങാൻ വളരെയധികം പ്രയാസപ്പെടുന്നതുമായ ഒരു വിചിത്ര ലോകം. വളരെ ശാന്തമായി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും എത്ര ടൈപ്പ് ചിന്തകളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതല്ലേ? ഉറക്കം നഷ്ടപ്പെടുന്നത് വരെ നമ്മൾ ചിന്തിച്ചു കൂട്ടും. പെട്ടെന്നുറക്കം വരുന്ന സുഖമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അതിനെ താലോലിച്ച് ഉറങ്ങുക. ഹൃദയപൂർവ്വത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് റേഡിയോയിലേയുമാണ്. കൂടെയുള്ളത് ഞാൻ ജൂലി ഗണപതി. ഒരു ചെടിയുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് ഒരു പൂവ് ജനിക്കുന്നത്. ഒരു കുഞ്ഞു പൂവിന്റെ നിറം ആരെയൊക്കെയാണ് കൊതിപ്പിക്കുന്നത്? പൂമ്പാറ്റകളെയും കാറ്റിനെയും കിളികളെയും നമ്മളെയും ഒക്കെ അത് കൊതിപ്പിക്കാറുണ്ട്. ഒരു പൂവിന് പ്രകൃതിയിലെ എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നത് പോലെയാണ് നമ്മുടെ ചിന്തകളും. നല്ല ചിന്തകൾ നല്ലതിനെയും മോശമായ ചിന്തകൾ മോശമായതിനെയും ആകർഷിക്കും. നമ്മുടെ മനസ്സിൽ ഒരു നിമിഷം തന്നെ 100 കണക്കിന് ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അതിനെ അതിന്റെ വഴിക്ക് വിടുക. ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ പൂവുകൾക്കിടയിൽ പുല്ലുകൾ വളർന്നു വരും. നമ്മൾ ആ കളകളൊക്കെ നീക്കം ചെയ്യും. അതുപോലെ നമ്മൾ വിതയ്ക്കുന്ന ചിന്തകളിൽ നിന്നും നല്ലതിനെ മാത്രം വളർത്തുക. നല്ല നിമിഷങ്ങളും നല്ല ദിവസങ്ങളും കടന്നു പോകാൻ അത് മതിയാകും. ഈ മഴയും വേനലും ഒക്കെ വന്നു പോകുന്നത് പോലെയാണ് മനസ്സിൽ ചിന്തകൾ വന്നു പോകുന്നത്. ചിലത് നമ്മളെ നനയിക്കും, ചിലതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തന്നു പോകും. തെളിഞ്ഞ വെള്ളത്തിലേക്ക് കലരുന്ന കടുത്ത നിറങ്ങൾ പോലെയാണ് മോശം ചിന്തകൾ. ഈ നിമിഷമാണ് സത്യം. കഴിഞ്ഞു പോയതൊക്കെ ഓർമ്മകളും വരാനിരിക്കുന്നതൊക്കെ നമ്മുടെ ഭാവനകളുമാണ്. എവിടെ വായിച്ചതാണ് കേട്ടോ. നമ്മളെപ്പോഴും ജീവിക്കുന്നത് ഓർമ്മകളിലും സ്വപ്നങ്ങളിലും ഒക്കെയാണ്. ഇപ്പോൾ പലരുടെയും ചിന്തകൾ അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കും. സ്വയം തിരിച്ചറിവിലേക്കുള്ള ചിന്തകൾ നമുക്ക് മാത്രമാണ്.
ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. അതുപോലെ ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടാൻ നമുക്ക് മാത്രമേ കഴിയൂ. സങ്കീർണമായ ഭാഷാചിന്തകളിലൂടെ മനോഹരമായ കഥകളും കവിതകളും തത്വചിന്തകളും ഒക്കെ പറയാനും എഴുതാനും കഴിയും. മൂല്യങ്ങളെയും നീതി നിയമങ്ങളെയും കുറിച്ചുള്ള ചിന്തകൾ തെറ്റും ശരിയും കണ്ടെത്താൻ കഴിയും. ആഴത്തിലുള്ള ധാർമ്മികമായ ചിന്തകൾ ഒരു നല്ല മനുഷ്യനാകാൻ നമ്മളെ സഹായിക്കുന്നു. നല്ല ചിന്തകൾ മനുഷ്യനെ വളർത്താനും കണ്ടെത്താനും സൃഷ്ടിക്കാനും സഹായിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ്. അപ്പോൾ നല്ലത് മാത്രം ചിന്തിക്കുക. ചിന്തകൾ കാറ്റിൻ്റെ കിനാവുകൾ പോലെ അനന്തതയുടെ ആകാശത്ത് പറക്കുന്ന അവ്യക്തമായ പക്ഷികൾ. അവ ഒരു മഴത്തുള്ളിയാകാം, ഒരു പൂവിൻ്റെ സുഗന്ധമാകാം, ഒരു കനലിൻ്റെ ചൂടാകാം. ഓരോ ചിന്തയും ഒരു പുതിയ കനലാണ്, ഒരു പുതുവഴിയാണ്, ഒരു പുതിയ ഉണർവാണ്. ചിന്തകൾ മനസ്സിൻ്റെ ഒരു ഒഴുക്കാണ്. ഒരു നിമിഷം സന്തോഷം, അടുത്ത നിമിഷം ഭയം, പിന്നെ പ്രതീക്ഷ, സംശയം. ഇതൊരു നദി പോലെയാണ്. ചിന്തകൾ നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുന്നവയായിരിക്കണം. അതിന് ചിന്തകളെ തിരിച്ചറിയാനും അവയെ നിയന്ത്രിക്കാനും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും പിന്നിലുള്ള നിർദ്ദേശക ശക്തിയാണ് ഈ ചിന്തകളെന്ന് പറയുന്നത്. ഇത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന അടിസ്ഥാന ഗുണവുമാണ്. ഒരു ചെറിയ വികാരം മുതൽ ഒരു വിപ്ലവം വരെയുള്ള എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനം ചിന്തയുടെ ലോകത്ത് നിന്നാണ്. അതുകൊണ്ട് ശുദ്ധവും സജീവവുമായ ചിന്തകൾക്കായി നമ്മൾ കുറച്ച് പരിശീലനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ ക്രമപ്പെടുത്താനും ധ്യാനം നല്ലതാണ്. അതുപോലെ വായനയും വ്യായാമവും ഒക്കെ നമ്മളിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കുന്നു. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതവും. അതിനാൽ നമ്മുടെ ചിന്തകളെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അവയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അവയെ സ്വാധീനിക്കുന്നതിൽ നിന്നും നമ്മളെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം ചിന്തയാണ് എല്ലാ സൃഷ്ടിയുടെയും ആദ്യത്തെ പദം. പലപ്പോഴും ചിന്തകൾ നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ മറയ്ക്കും. ഓരോ കാൽവെപ്പും ഇരുട്ടിലേക്കാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രകാശത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും. ചിലപ്പോഴൊക്കെ നമ്മൾ പലയിടത്തും പരാജയപ്പെടും അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സ് പറയും, എനിക്കിതൊന്നും കഴിയില്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ. അപ്പോഴാണ് നമ്മൾ യുദ്ധം തുടങ്ങേണ്ടത്. അത്തരം ചിന്തകളെ അപ്പോൾ തന്നെ ദൂരെ എറിയുക. അവയെ വിശ്വസിക്കരുത്, അവയൊന്നും സത്യമല്ല. പകരം ഞാൻ ജയിക്കും, ഞാനത് നേടുമെന്ന് ചിന്തിക്കുക. നമ്മളൊക്കെ ഇതുവരെ ജീവിച്ചില്ലേ, ഇതുവരെ എത്തിയില്ലേ, അതാണ് നമ്മുടെ വിജയം. ഒരു പുതിയ ചിന്തയിൽ നിന്നും നിങ്ങൾക്കും ഉറപ്പായും ഒരു സാമ്രാജ്യം നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ്. പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ. ഇത് റേഡിയോ ലൈവ്, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.